അതേപോലെ പരസ്യമായി പറഞ്ഞതല്ല, ഓൺലൈനിൽ കേട്ടുപോയി. അതിന്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയത്? കേരളത്തിലെ ഒരു കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ മോണോആക്ട് അവതരിപ്പിച്ചു. പണ്ഡിതന്മാർ തീം പറയുമ്പോൾ അതിനെതിരെ ഈ തരത്തിൽ മോണോആക്ടുമായി പണ്ഡിതന്മാരെ അപമാനിക്കുവാനും അവരെ പണ്ഡിതന്മാരായി മുദ്രകുത്തുവാനും വരുന്ന ആളുകൾ എന്റെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രം പറഞ്ഞാൽ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറ്റാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. സാന്ദർഭികമായി പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം, ബഹുമാന്യനായ APJ അബ്ദുൽ കലാമും അരുൺജിമാരും കൂടിയെഴുതിയ പുസ്തകമുണ്ടായിരുന്നു, മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് പ്രമുഖ് സ്വാമിജി. ആ പുസ്തകത്തിന്റെ പ്രസാധന കർമ്മം, അതിന്റെ പ്രകാശന കർമ്മം, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. പ്രസിദ്ധീകരിച്ചത് കറൻസാണ്. അതിന്റെ വിവർത്തനം എഴുതി. ആ വിവർത്തനം എഴുതിയത് ശ്രീദേവി സാർദ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസറായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2015 സെപ്റ്റംബർ 26 അതിന്റെ പ്രകാശന കർമ്മം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോ, കാലാതീതം എന്ന ബുക്ക് കറൻസ് പുറത്തിറക്കുമ്പോ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ്. അതിന് മുഖ്യാതിഥിയായി വരുന്നത് സ്വാമി ബ്രഹ്മ